ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ വിദ്യാർത്ഥികളെയും ലഹരി സംഘം ലക്ഷ്യമിട്ടതായി സൂചന. കൊച്ചി കേന്ദ്രമായിട്ടുള്ള നിരവധി ലഹരി സംഘങ്ങൾക്ക് കെറ്റമെലോൺ ലഹരി എത്തിച്ചിരുന്നു. അറസ്റ്റിലായ എഡിസൺ ബാബു അടക്കം 3 പേരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. NCB കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുകയും ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, നിരവധി സംഘങ്ങൾക്ക് ഇവർ ലഹരി എത്തിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഗി, ഈ കെറ്റോമെലോൺ എന്ന പേരിൽ അത് എഡിസൺ ബാബു തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. ഈ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി, ഡാർക്ക് നെറ്റിലൂടെയുള്ള ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി നിരവധി ബ്രാൻഡുകളുണ്ട്, പല പേരുകളിൽ. ഇവർ തമ്മിൽ തന്നെ ഒരു മത്സരമുണ്ട് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെയാണ് വിവിധ ലെവലുകൾ, സ്റ്റാർ റേറ്റിംഗുകൾ പോലും. കൂടുതൽ ലഹരി വിൽക്കുന്ന ആളുകൾക്ക് ഈ ഡാർക്ക് നെറ്റിൽ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അങ്ങനെ സ്റ്റാർ റേറ്റിംഗിൽ 4, അതായത് മോശമല്ലാത്ത ഏറ്റവും ഉയർന്ന തന്നെ ഉള്ള ഒരു നിലയിലേക്ക് ലഹരി വിൽപ്പനയിലൂടെ എത്തിച്ച ആളാണ് ഈ എഡിസൺ ബാബു എന്ന് പറയുന്നത്. എഡിസൺ ബാബു കൃത്യമായി തന്നെ വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കാരണം പ്രധാനമായും യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി എത്തിക്കുക, അത് കൊറിയറായി അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, അതിലൂടെ ഈ കണ്ണികളെ ഉപയോഗിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ലഹരി കൈമാറുക എന്നത് തന്നെയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അവരുടെ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ 3 പ്രതികളെ ലഭിച്ചിരുന്നു. എഡിസൺ ബാബു, അരുൺ തോമസ്, ഡിയോൾ എന്നിവരെയായിരുന്നു ഇത്തരത്തിൽ 4 ദിവസത്തെ കസ്റ്റഡിയിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ ലഭിക്കാത്ത നിരവധി വിവരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലഹരി വിൽപ്പനയുടെ കണ്ണികളായി മാറിയ ആളുകൾ ആരെല്ലാമാണ്? വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉള്ള ലഹരി സംഘങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഈ ഒരു ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിലെ കെറ്റാമെലോണിനെ പോലെ മറ്റു ബ്രാൻഡുകളും വിദ്യാർത്ഥികളെ തന്നെയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചുകൊണ്ട് ഇതിന്റെ വ്യാപനം തന്നെയായിരുന്നു ഈ പ്രതികൾ ലക്ഷ്യമിട്ടത്. അതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും അത് ബിനാമി പേരുകളിൽ സംസ്ഥാനത്തിന് അകത്തും സംസ്ഥാനത്തിന് പുറത്തും നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് ലഹരി സംഘം വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വാർത്ത സമഗ്രമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.